മാന്യ സദസ്സിന് വന്ദനം. നമ്മുടെ 31ാം ഡിവിഷൻ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അപ്പോൾ നമ്മുടെ ഇതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് നമ്മുടെ അഷ്റഫിക്ക, അതുപോലെ തന്നെ നമ്മുടെ നൗഷാദിക്ക, പ്രഭുകുമാർ, സാദിഖ്, കാസിമിക്ക, അതുപോലെ എൻ്റെ മറ്റു സഹപ്രവർത്തകരായ എല്ലാ നാട്ടുകാരും, അതുപോലെ എൻ്റെ കുടുംബത്തിലെ എല്ലാവരും, അമ്മ വന്നിട്ടുണ്ട്, കുഞ്ഞമ്മയുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ശരിക്കും നല്ല അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷം. എൻ്റെതായ സ്വന്തം പേരിൽ ഒരു ഓഫീസ്, ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് എനിക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു സ്ഥാനാർത്ഥിത്വം ഉള്ളത്. ഇതിനു മുമ്പൊന്നും ആ ഒരു സ്ഥാനാർത്ഥി തലത്തിലേക്കൊന്നും ഞാൻ ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ പ്രഭു പറഞ്ഞതുപോലെ ഞാൻ ആശാ വർക്കർ എന്ന നിലയിൽ, അതുപോലെ തന്നെ എൻ്റെ വാർഡിലെ കമ്മിറ്റി അംഗങ്ങളും പറയുന്നത് തന്നെ ഞാൻ ആശാ വർക്കർ എന്ന നിലയിൽ എൻ്റെ വാർഡിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ഉത്തരവാദിത്വത്തോടും ഭംഗിയോടും കൂടി നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഇവരെനിക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം തന്നതെന്ന് കാസിക്കയും അതുപോലെ തന്നെ സാദിഖും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ഞാൻ ഇതിനു മുമ്പ് ആശാ വർക്കർ ആകുന്നതിന് മുമ്പ് തന്നെ കുടുംബശ്രീയിലെ ഒരു വാർഡ് അംഗമായിരുന്നു. വാർഡിൻ്റെ CDS ആയിരുന്നു. അതിനു മുമ്പേ തന്നെ ഞാനൊരു ആധാരമെഴുത്തുകാരിയാണ്. അപ്പം വളരെ ചെറുപ്പത്തിൽ 18 വയസ്സായപ്പോൾ തന്നെ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് സമൂഹമായിട്ട് ഇടപെട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു രീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥാനാർത്ഥിത്വം നിങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്നൊരു വിശ്വാസം, ഈ ഒരു സ്ഥാനാർത്ഥിത്വം വളരെ ഭംഗിയോടുകൂടി, അതുപോലെ ഞാൻ ജയിച്ചു വരണം, ഞാൻ ജയിച്ചേ മതിയാവൂ. ദിലീപ് സാറ് പറഞ്ഞ പോലെ, ദിലീപ് സാറ് ഈ ഒരു പൊസിഷനിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരുന്നു. എൻ്റെ ഗോപിച്ചേട്ടൻ്റെ, എൻ്റെ മൂത്ത ചേട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങളുടെ കുടുംബത്തെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ സാറും എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു വളരെ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എല്ലാ വിധത്തിലും അഭിമാനം തോന്നുന്നുണ്ട്. ഈ ഒരു അംഗീകാരം കിട്ടിയത് ഒരുപാട് പേരിൽ നിന്ന്, എന്താ പറയുക, ഒരാളെയാണ് ഇവിടുന്ന് കൊടുത്തോളെങ്കിൽ പോലും വേറെ ആളുകൾ കൂടി ഈ ഒരു വാർഡിലേക്ക് സ്ഥാനാർത്ഥിത്തിന് വേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഏകാണ്ടമായി എൻ്റെ വാർഡിലെ കമ്മിറ്റി അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. എന്തായാലും നിങ്ങൾ എനിക്ക് ഈ അനുവദിച്ചു തന്ന ഈ ഒരു എന്താ പറയുക സ്ഥാനം, അത് ഞാൻ വിജയിക്കുമെന്ന് തന്നെ നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് വിജയിച്ചാൽ ഞാൻ എല്ലാവിധ എൻ്റെ ബുദ്ധിയോടുകൂടിയും എല്ലാവിധ എന്താ പറയുക സന്തോഷം, അതുപോലെ തന്നെ അംഗീകാരം എല്ലാം കൂടി വാർഡിൽ നന്നായിട്ട് പ്രവർത്തിച്ച് ഇരിക്കുമെന്ന് പറയും.